ചാലഞ്ച് കൂടിയാണ്. അപ്പോൾ എല്ലാവരും പോരി റെഡി ഫോർ ദ ചാലഞ്ച് കൂടി. അപ്പോൾ ഇന്നൊരു ചാലഞ്ച് കൂടിയാണ്. അപ്പോൾ എല്ലാ മച്ചന്മാരും ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക മച്ചന്മാരെ. അപ്പോൾ സാധനമുള്ള നിങ്ങളുണ്ടല്ലോ, അപ്പോൾ കാണാം. അപ്പം നമ്മുടെ ചാലഞ്ച് അറിയാലോ, ഇത് ഈ കുപ്പിയിൽ നിന്ന് ഈ സംഭവമുള്ള കുപ്പി കുറേ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് എടുത്തിട്ട് അപ്പോൾ നമ്മൾ എടുക്കണം. എടുത്ത് അത് പുളിഞ്ചിക്കൊക്കെ ആണെങ്കിൽ അത് നമ്മൾ തിന്നുമ്പോൾ എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം. അങ്ങനെ തിന്നുവാണെങ്കിൽ ഓരോ പോയിന്റ് വെച്ച് കിട്ടും. അവസാനം പോയിന്റ് വെച്ച് ഫുൾ പോയിന്റ് കിട്ടുന്നവർക്കായിരിക്കും ലാസ്റ്റ് ഒരു കിണ്ണം സർപ്രൈസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ആദ്യകൂട്ടം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവ എടുക്കുകയാണ് ഗൈസ്. ഇത് ഇവന് സാധിക്കുമെന്ന് അറിയാൻ വയ്യ. മുളക് എങ്ങനെ കഴിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ പോകുന്നു. എടാ മോനെ അതാ ഓടി ഗൈസ്. ചെറുക്കൻ അതിനുണ്ട് ചെറുക്കൻ മുളക് ഇന്നിപ്പോൾ ഓടിയിട്ടുണ്ട്. ഇനി എന്ത് അവസ്ഥ എന്ന് അറിയാം. വെള്ളം എടുത്തോണ്ട് ഓടിയിട്ടുണ്ട്. വെച്ച വെള്ളം തന്നെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മാക്സിമം കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിപ്പോൾ അനു എടുത്തിട്ടുണ്ട്. അനു എന്താന്ന് നോക്കാം. അപ്പോൾ എനിക്ക് രക്ഷപ്പെട്ടം തോന്നുന്നു. ഏതാ ഗൈസ് നമുക്ക് നോക്കാം. ഓ ഗൈസ്, നമുക്ക് അത്തറുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മണപ്പിക്കുന്നതാണ്. സാധാ അത്തറില്ല, മണപ്പിക്കുന്ന നമ്മുടെ കിളി പോകുന്ന സാധനം. അയ്യോ കിളി കിറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഈ അത്ര ചിലപ്പോൾ മണപ്പിച്ച് തലവേന എടുക്കുക ഗൈസ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാ നോക്കാം. എന്തോ സാധനമാണെന്ന് തോന്നുന്നു. പൊളിച്ചു ഗൈസ്. മേക്കപ്പ് ചെയ്യണം. ഓ മേക്കപ്പാണ്. നമുക്കിനി മേക്കപ്പിലോട്ട് കടക്കാം. അത് തുടക്കം തന്നെ മേക്കപ്പ് ആദ്യം സുന്ദരി കുട്ടിയാകണം. ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഉപ്പെടുത്ത് ഞാൻ മോന്തയ്ക്ക് തേച്ചേനെ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഗൈസ്. അപ്പം പുതിയ കമ്മൽ എല്ലാം ഐറ്റംസ്. അപ്പം ഇത് ഞങ്ങളുടെ വിശ്വസനീയം ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ വേണ്ടിയാണ്. അവൻ മുളക് നല്ലപോലെ തിന്നില്ല. അപ്പോൾ അവന് 0 പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ കണ്ണനാണെങ്കിൽ നല്ലപോലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് ടോട്ടൽ എന്ന് പറയുമ്പോൾ 100 പോയിൻറ്റ്സാണ്. അപ്പം ടോട്ടൽ ഇപ്പോൾ അവന് 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് പോയിൻറ്റിൻ്റെ അളവ്. അപ്പോൾ ഗിഫ്റ്റാണ് ഗൈസ് കിട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഞാൻ തന്നെ കൊടുക്കാം ഗൈസ്. അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗിഫ്റ്റ് എടുത്തു ഗൈസ്. ഇപ്പം ഇറങ്ങിയ ലബൂബിൻ്റെ കാർഡാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം കൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യിപ്പിക്കാം. ആദ്യം കൊടുക്കും ഗൈസ്. ഈ ലബൂബിൻ്റെ കാർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലബൂബിൻ്റെ കാർഡിൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് കാണുക ഗൈസ്. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ. ഇതാണ് സാധനം കിട്ടിയിട്ടുണ്ട്. ലബൂബ് സ്കൂട്ടർ ഓടിക്കുന്നു, കപ്പിലിരിക്കുന്നു, മുന്തിരിങ്ങ വള്ളി പറിക്കുന്നു. സത്യം, മുന്തിരിങ്ങ വള്ളി പറക്കുന്നു. ലബൂ ആള് ഐറ്റം സീൻ തന്നെ. അവസാനത്തെ ലബൂ കുത്തുന്നു. അപ്പൊ ഇനി അടുത്ത റൗണ്ട് 4 കിടക്കാം ഗൈസ്. അപ്പം നേരെ നമ്മൾ അത്രക്കാണ് മണപ്പിച്ചോണ്ട് എനിക്കും 10 പോയിന്റ് ഉണ്ട്. അപ്പം ഞാൻ അപ്പൊ ആദ്യം 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി അനുവാണ്. നമ്മുടെ 100 അല്ല, കുറച്ച് ഇത് 50 അപ്പൊ 50 കിട്ടുന്നവർക്ക് ലാസ്റ്റ് ഈ ലബൂബ് കാർഡും വേറെ വലിയ സമ്മാനം കിട്ടുന്നതായിരിക്കും. അപ്പം സാധനം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് നോക്കാം. എന്തോ നീണ്ട ചുരുപ്പൊക്കെ കളയുന്നു. അയ്യോ പയ്യോ പൗഡർ. ഓ പൗഡർ വായിക്കാൻ പിടിച്ചിട്ട് പാടാ. അക്ഷരം തെറ്റാന്ന് തോന്നുന്നു. എന്തായാലും അക്ഷരം വല്ല തെറ്റുണ്ട് നിങ്ങൾ ഇപ്പം തന്നെ കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് പൗഡർ മോന്തയ്ക്ക് തേക്കാൻ തുടങ്ങാം. തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അടുത്ത റൗണ്ട് ഇതെടുക്കാം ഗൈസ്. ഇതെന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടോ ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞങ്ങൾ ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള ടാസ്ക് ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങളൊന്ന് മറക്കാതെ ചെയ്യുക. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മൾ മനഃപൂർവ്വം ഇൻക്ലൂഡ് ചെയ്തത്, കാരണം നിങ്ങൾ ചെയ്യുന്നില്ലൊന്നും. അപ്പം ഇതൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്താണ്. അപ്പം നിങ്ങൾ ഒറ്റ സബ് ഗൈസ്. കാണുന്നവരെല്ലാവരും ഒറ്റ സബ്. അപ്പം അടുത്ത റൗണ്ടിലേക്ക് ഒരാൾക്ക് 2 എണ്ണം വെച്ചെടുക്കും. അപ്പോൾ ആദ്യം 2 എണ്ണം എടുക്കുകയാണ്. അപ്പം നിങ്ങളെ ഇത് ഒരുപാട് നേരം ലെന്ത് ആവുന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ബോറടിക്കുന്നു എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം ഇതാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയിരിക്കുന്ന അവൻ ലേസാണ് ഗൈസ്. അപ്പോൾ ലേസിന് ഒരു പ്രത്യേകതയുണ്ട്. ലേസ് നമ്മൾ അവസാനം കാണിക്കാൻ പോകുന്നുണ്ട്. അതാണ് ടിസ്റ്റ്. ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഇത് ഇടുന്നുണ്ട്. അപ്പോൾ അവന് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. പഞ്ചസാര എടുത്ത് മുണിക്കോ. ഇതെങ്കിലും അവന് നല്ലത് കിട്ടിയല്ലോ അല്ലേ. പഞ്ചാര എടുത്ത് തിന്നോ. അപ്പോൾ ഗൈസ് അവൻ പഞ്ചാര എടുത്ത് തിന്നാൻ പോവാണ്. ആന്തൂടെ അങ്ങനെയൊക്കെ വെറൈറ്റി സാധനം തന്നെ. പഞ്ചാര ആടാ ഗൊമ്മാളെ കാട്ടുവാസിയും ആഹാരം കഴിക്കാതിരുന്നാണ്.
നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് ഇവൻ കഴിച്ചിട്ട് തന്നെ 2 വർഷമായിരുന്നു. അപ്പം ഇനി അടുത്ത റൗണ്ടിലേക്ക് ചെല്ലാം. മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനി വായിക്കാനും വയ്യ. അപ്പം ഗൈസ് അപ്പം ഇനി വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് എന്തായാലും ലേസിൻ്റെ റിവ്യൂ ആവത്തുള്ളൂ. അപ്പം എന്തായാലും ഒരു അവസാനം വരെ കാണാം. ലേസി ഒരു സർപ്രൈസ് ഉണ്ട്. നോക്കിയിട്ട് എനിക്ക് 20, ആദ്യം 20, കണ്ണൻ 20 ആയിട്ടുണ്ട്. ഇനി 30 പോയിന്റ് കൂടെ മതിയായിരിക്കും. ഗൈസ് അപ്പം ഈ ലേസിൻ്റെ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട സാധനമാണ്. ഗൈസ് എന്താ കിട്ടിക്കുന്നത്? പാട്ട് പാടാൻ പോവാണ്. ഇപ്പോൾ ഓടിക്കോണം ക്യാമറ കൊണ്ട് ഓടാൻ പോവാ. രണ്ടാമത്തേതാണ്. മിക്കവാറും രണ്ടാമത്തെ പുളിഞ്ചിക്കല്ലേ ആയിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. രണ്ടാമത്തെ അടിയാണ്. ഇന്നവനെ അടിച്ച് പൊട്ടിക്കാൻ പോവാണെങ്കിൽ പാട്ട് പാടുന്നോണ്ട് തന്നെ അടിച്ചു അടി കഴിഞ്ഞിട്ട് മതി പാട്ടൊക്കെ. അപ്പം തുടക്കം അടിയാ. നമ്മൾ ആദ്യം പുറന്നിരിച്ച് അടിക്കാണ്. പൊട്ടി. ഇനി അടുത്ത ആദ്യം പഠിച്ചത് തറ, പിന്നെ എങ്ങനെ നന്നാവാനാ പറ, എങ്ങനെ നന്നാവാനാ. ഇതൊക്കെ തുറന്ന കിടക്കുന്നു. പാട്ട് പാടണം. അതൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിടാൻ നിൽക്ക്. അപ്പോൾ ഗൈസ് ഒന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത രണ്ടാമത്തെ എടുക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇച്ചിരി തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഏതാനാണെന്ന് ചോദിച്ചാൽ അപ്പോൾ രണ്ടാമത്തെ പുളിഞ്ചിക്കാണ്. എല്ലാ സ്വാഭാവികം. ഗൈസ് പുളിഞ്ചിക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെള്ളം തന്നെ അതോ പുളിഞ്ചിക്കേ തുടങ്ങണം? അപ്പോൾ ഗൈസ് അപ്പോൾ എന്ത് തുടങ്ങണം പറയൂ. പുളിഞ്ചിക്കാ. എക്സ്പ്രഷൻ ഇല്ലാതിരുന്നാലേ പോയിന്റ് കിട്ടും. ചെറുക്ക സീൻ തന്നെ. പൗഡർ കണ്ണി അടിച്ചതിൻ്റെ ഒരു മുഷിവ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കണ്ണന് 30 പോയിന്റ് കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വെള്ളത്തിലോട്ട് കിടക്കാം. അപ്പോൾ അങ്ങനെ 40 പോയിന്റ് അടുത്തെത്തിയിരിക്കുന്നതാണ്. വെള്ളം നമ്മുടെ ആദ്യക്കൂട്ടം തളിക്കുന്നതായിരിക്കും. ഇന്നിനി അവന് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുറപ്പ്. വെറൈറ്റി ഒഴിപ്പിൽ തന്നെ. കുളി സാധാരണ ഇല്ലാത്തയാണ്. എല്ലാവരും ആഗ്രഹിച്ച പോലെ അവസാന ഘട്ടം എത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പം ഇനി 2 ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം എനിക്കുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 50 തികയത്തില്ല, മിക്കവാറും 40 തികയത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണ ഒരുവിധം ജയിച്ചത്. എന്തായാലും ഇത് ആദ്യം ചെയ്യുമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം ഉപ്പാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഉപ്പാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പെടുത്തോ ഗൈസ്. അപ്പം നമ്മുടെ ചാലഞ്ച് ഒന്ന് മാറ്റി വെക്കേണ്ടി വന്നു. മഴ കാരണം നമ്മുടെ ചാലഞ്ച് അത് മൊത്തത്തിൽ കുളമായിരിക്കുന്നു. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നിലവിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന് 40, എനിക്കും 40, ആദ്യക്ക് പക്ഷേ 30 പോയിൻ്റേ ഉള്ളൂ. അപ്പം ജയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. കണ്ണൻ വീട്ടിൽ പോയി. ഒരാളെ ഞാൻ പുതുതായി കൊണ്ടുവന്നു. നമുക്ക് അവനെ കാണാം. ഹലോ മൈ ഡിയർ ഗൈസ്. അപ്പം ഞാനാണ് കണ്ണനെ അവരെ പുതുതായിട്ട് വന്ന ആള്. അവനൊരു പുതിയൊരാളാന്ന് വിചാരിച്ചാൽ മതി, അവനല്ല പക്ഷേ. അപ്പം നമുക്ക് എൻ്റെ പോയിന്റ് വെച്ചാൽ 40 അറിയാമല്ലോ. അപ്പം ചാലഞ്ചൊക്കെ നല്ലപോലെയൊക്കെ പോയി. അപ്പം പോയിന്റ് നില നോക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചു ചെറുക്കൻ ഇപ്പോൾ വരുന്നതായിരിക്കാം. ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് ഇതിനകത്ത് പോയിന്റ് കുറവുള്ളവരാണ് ജയിക്കുന്നത്. അപ്പോൾ ഞാൻ ജയിച്ചിരിക്കുകയാണ്. എന്താണ് നീ പറഞ്ഞേ? നിന്നെ ആൾക്കാരെ നീ ഇത്രയും കാണാൻ പ്രേരിപ്പിച്ചിട്ട് ഇപ്പം അവസാനം കൊണ്ട് നിനക്ക് ജയിക്കാനുള്ള ട്വിസ്റ്റ് ആക്കിയോ? എടാ അയ്യോ